സുജു ടി ബാബു. സുജു, ദർബാർ ഹാളിൽ നിന്നും 2 മണിക്ക് പുറപ്പെട്ട വിലാപയാത്ര ഇതിനോടകം പിന്നിടാനായത് 7 പോയിന്റുകൾ മാത്രം. ഇനിയും കാത്തിരിക്കുകയാണ് ഒരുപാട് ജനങ്ങൾ പല കോണുകളിലായി. പക്ഷെ സുജു, ആവർത്തിച്ച് പറയാതിരിക്കാൻ വയ്യ സുജു, ഈ കാഴ്ചയിൽ ഉടനീളം അതിശയിപ്പിക്കുന്നത് സ്ത്രീകളാണ്, അമ്മമാരാണ്. അവർ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുകയാണ് ഈ നാടിൻ്റെ പ്രിയപ്പെട്ട പുത്രനെ. നമ്മൾ സാധാരണ അരാഷ്ട്രീയവാദികളാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവരൊക്കെയും ആ മനുഷ്യൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ എത്ര മനോഹരമായി വായിച്ചിരിക്കുന്നു സുജു. തീർച്ചയായിട്ടും ചരിത്രം രചിച്ച മനുഷ്യന് ചരിത്രം രചിച്ചുകൊണ്ടുള്ള വിട വാങ്ങൽ തന്നെയാണ് അനന്തപുരി നൽകുന്നത്. അത്തരത്തിലുള്ള കാഴ്ച തന്നെയാണ് ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യമാണ് ഇവിടെ എല്ലാം മുഴുങ്ങി കേൾക്കുന്നത്. ആളുകൾക്കെല്ലാം പ്രിയപ്പെട്ട VSനെ അവസാനം ഒരു നോക്ക് കാണുവാൻ വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് ആയിരങ്ങളല്ല പതിനായിരങ്ങൾ. ഒരുപക്ഷെ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ലക്ഷങ്ങൾ VSന് അന്തിമ ഉപചാരം അർപ്പിച്ചു കഴിയും. ഇപ്പോൾ തന്നെ ആയിരങ്ങളും പതിനായിരങ്ങളും അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പ്രായമേറിയവർ ഏറ്റവും ഒടുവിൽ ഈ വാഹനം നിർത്തിയപ്പോൾ, ഈ വിലാപയാത്രയുമായി പോകുന്ന ഈ ബസ് നിർത്തിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തുയർത്തി കാണിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളടക്കം ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലേക്ക് എത്തിച്ചേരുന്നതെന്ന് ഏറ്റവും ശ്രദ്ധേയമാണ്. VS എന്ന നേതാവിനെ പറയേണ്ടി വരികയാണ് സുജു. കാരണം ഈ കാഴ്ച അത്രമേൽ അതിശയിപ്പിക്കുന്നുണ്ട്, അത്ഭുതപ്പെടുത്തുന്നുണ്ട്, കണ്ണ് നിറയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുജു അത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇതേ പാതയിലൂടെ ഞാൻ വരുമ്പോൾ VSനെ കാത്ത് അപ്പോഴും റോഡിന് ഇരുവശവും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവർ ക്ഷമയോടെ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ വാഹനങ്ങൾക്കും ആളുകൾക്കുമൊക്കെ സുഗമമായി അതുവഴി കടന്നു പോകാനുള്ള ക്രമീകരണം അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ സുജു, നമ്മൾ ഈ മണ്ണുള്ളിട്ടാൽ താഴാത്ത തരത്തിലുള്ള ആളുകൾ എന്നൊക്കെ പറയില്ലേ, ഈ പോങ്ങുമൂട് എന്നൊക്കെ പറയുന്ന പ്രദേശം ഇതിനു മുൻപ് ഇത്രയധികം ആളുകളെ കണ്ടിട്ടുണ്ടോ? ഇത്രയധികം ആളുകളെ ആ തെരുവിന്റെ ഓരങ്ങളിൽ ഒത്തുചേർന്നിട്ടുണ്ടോ എന്നത് തന്നെ സംശയമാണ് സുജു. തീർച്ചയായിട്ടും അസിത, തെരുവോരങ്ങളിൽ ഒത്തുകൂടുന്ന ആളുകൾ മാത്രമല്ല, ദർബാർ ഹാൾ മുതൽ തന്നെ ഇപ്പോൾ ഈ സ്ഥലം വരെയും ഈ വാഹനത്തിനൊപ്പം നടന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ VSൻ്റെ ഉണ്ട്. അവരെല്ലാം തന്നെ VSനൊപ്പം നിന്നുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും ഞങ്ങൾ നടക്കാമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഈ വാഹനത്തിനൊപ്പം കടന്നു പോകുന്ന കാഴ്ചയുമുണ്ട്. ധാരാളം ആളുകൾ വാഹനത്തിന് കടന്നു പോകാൻ സാധിക്കാത്ത വിധം VSന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് VSനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പല ആളുകളോടും കൂടെ സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഞങ്ങൾക്ക് എങ്ങനെ കാണാതിരിക്കാനാവില്ല എന്നാണ് അവർ പറയുന്നൊരു കാര്യം. നമ്മൾ ആളുകളുടെ പ്രതികരണത്തിലൂടെ പോകാനും കൂടിയാണ് ശ്രമിക്കുന്നത്. VSനെ കാത്തു നിൽക്കുന്ന ആളുകളുടെ വലിയ VSന് തുല്യം VS മാത്രം, വേറെ ഒന്നുമില്ല പറയാൻ. VSന് തുല്യം VS മാത്രമെന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. ഇപ്പോൾ ഓടിയെത്തിക്കണ്ട ആളുകൾ VSനെ അവസാനമായി കാണുകയാണ്. അതെ 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 അവസാനമായിട്ട് കാണുവാണ്. ഇഷ്ടമായിരുന്നു. അതാണ് VSന് തുല്യം VS മാത്രം. VSനെ അവസാനമായി കാണുവാൻ ആളുകൾ ഓടിയെത്തുന്നു. അവർ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് VS ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് തൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൽ, അതുപോലെ പാർട്ടി സെക്രട്ടറിയായി പ്രതിപക്ഷ നേതാവായൊക്കെ തന്നെ ഏറ്റവും അധികം കാലം പ്രവർത്തിച്ച തിരുവനന്തപുരത്തു നിന്ന് വിപ്ലവമണ്ണായ ആലപ്പുഴയുടെ മണ്ണിലേക്ക് VSൻ്റെ അവസാനത്തെ യാത്രയാണ്. ആ യാത്രയ്ക്ക് എങ്ങനെയാണോ ഒരു സമൂഹത്തിന്, ജനസമൂഹത്തിന് ഏറ്റവും ആദരവ് അർപ്പിക്കാൻ സാധിക്കുന്ന അത്തരത്തിൽ തന്നെ ആദരവ് അർപ്പിച്ചുകൊണ്ട് തന്നെയുള്ള യാത്രയാണ്. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂ എന്ന അത് ഒരു തിരമാല കണക്കാണ് ആളുകളുടെ ആ മുദ്രാവാക്യം വിളി. തിരമാല നിലയ്ക്കുകയില്ല കടലിലെ, അതുപോലെ നിലയ്ക്കുന്നില്ല ആ മുദ്രാവാക്യവും ആ ആർത്തുരുമ്പുന്ന വിളികളും. VS എന്ന പ്രിയപ്പെട്ട ജനകീയ നേതാവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആളുകൾ ഈ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി അല്പസമയം എടുത്തോളൂ. ഞാൻ സുജുവിലേക്ക് മടങ്ങി വരാം. എനിക്ക് സുജു നടക്കുകയാണ്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അല്പസമയം എടുക്കും, ഞാൻ സുജുവിലേക്ക് മടങ്ങി വരാം. ഒരിക്കൽ മരിച്ചെന്ന് കരുതി ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ കൊണ്ടുപോയി ഇടത്തുനിന്നും മരിച്ചു ജീവിച്ചു വന്ന മനുഷ്യനാണ്. പിന്നീട് ആ ജീവിതത്തിൻ്റെ യാത്ര ഉടനീളം അത് അങ്ങനെ തന്നെയായിരുന്നു. ഓരോ ഘട്ടത്തിലും അത്ഭുതപ്പെടുത്തി ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ 29 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷവും അങ്ങനെ തന്നെ ഒരു മടങ്ങിവരവ് നമ്മളൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്നുമാണ് ഇതാ VS ചരിത്രത്തിലേക്ക് തന്നെ നടന്നു പോകുന്നത്. നൂറ്റാണ്ടു കണ്ട മനുഷ്യനാണ്, ഒരു നൂറ്റാണ്ടിന് സാക്ഷിയായ വ്യക്തിയാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ സമര ചരിത്രം ഇനി എത്രയോ തലമുറയോട് ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട മനുഷ്യനാണ്.